പ്രതികരിച്ചത്. ഇപ്പോൾ വടകര ഡയമണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ അഫ്രോസും നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ അഫ്രോസ്, ഡോക്ടർമാർ ഏത് തരത്തിൽ കാണുന്നു? ഷുഗറിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും സാധാരണ ഇൻസുലിൻ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ. ഇത് കുറേ സമയം നിൽക്കുമെങ്കിൽ പോലും അതിനൊരു ലോങ് ടൈം ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ഏത് തരത്തിലാണ് വരിക? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഇൻസുലിൻ ഫിയാസ്പോ എന്ന് പറയുന്ന അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇൻസുലിനുകളായിരുന്നു. ആക്ച്വലി ലോകത്തെല്ലാവരുടെയും ടൈപ്പ് 1 കുട്ടികൾക്ക് ഏറ്റവും ഉചിതമെന്ന് മനസ്സിലാക്കിയിരുന്ന ഇൻസുലിനും ഈ അൾട്രാ ഷോർട്ട് ആക്ടിങ് ആയ ഫിയാസ്പോ പോലത്തെ ഇൻസുലിനാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭക്ഷണത്തിന് മുന്നേയും ഇൻസുലിൻ വേണ്ടിവരും. അപ്പോൾ ഇച്ചിരി ലോങ് ആക്ടിങ് ആയ ഇൻസുലിനുകൾ കൊടുക്കും, എസ്പെഷ്യലി എക്ട്രാപ്പിഡ് പോലത്തെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ ഷോർട്ട് ആക്ടിങ് എന്നാണ് പേരെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അത് ലോങ് ആക്ടിങ് ഇൻസുലിൻ തന്നെയാണ്. അപ്പൊ അതുപോലത്തെ ഇൻസുലിൻ കൊടുക്കുമ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂറോളം ഈ ഇൻസുലിന്റെ ആക്ഷൻ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികൾ ദിവസം 3ഉം 4ഉം നേരം, ചില കുട്ടികൾ 7 നേരം വരെ ഇൻസുലിൻ അടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഇൻസുലിൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഷുഗർ കൂടുകയും ചെയ്യും, ഒരു നേരത്തെ ഇൻസുലിൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ഷുഗർ ഡൗൺ ആയി പോവുകയും ചെയ്യും. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോങ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഇടകളിൽ കൊടുക്കേണ്ട ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ള ഇൻസുലിൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. മാത്രമല്ല ഈ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് സമയം ഇങ്ങനെ വർഷങ്ങളോളം ഇൻസുലിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഷുഗർ കുറഞ്ഞു പോയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ അൺഅവയർനെസ് എന്ന് പറയും. അവർക്ക് ഷുഗർ കുറഞ്ഞു പോകുന്ന ലക്ഷണങ്ങളില്ലാതെ ജീവൻ അപകടത്തിനാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ചെറിയ കുട്ടികളാണല്ലോ, 10ഉം 15ഉം വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണല്ലോ ഇവര്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പഠന വൈകല്യങ്ങളും അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റും അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഷോർട്ട് ആക്ടിങ് അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ മാറ്റിയിട്ട് ഇതുപോലുള്ള എന്ത് ചെയ്യാം, എക്ട്രാപ്പിഡ് പോലത്തെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കൺവെൻഷണൽ ഇൻസുലിനിലേക്ക് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ ഡോക്ടർ, ഇതിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടും ഇത് തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. സ്ട്രിപ്പ് വിതരണമൊക്കെ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. പുറത്തു നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും താങ്ങാവുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബങ്ങൾ എത്തിക്കും. അങ്ങനെയാണ് അതിനൊരു ഒരു റേറ്റ് ഒക്കെ അല്ലേ? അതെ, തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിയാസ്പോ പോലത്തെ ഇൻസുലിൻ ഒന്നും ഒരിക്കലും സാധാരണ ഇപ്പം കേരളത്തിൽ ചെറിയൊരു ശതമാനം കുട്ടികൾ മാത്രമേ, ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യാം ഇൻസുലിൻ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരുള്ളൂ. ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞ 15,000 മുതൽ 20,000 രൂപ വരെ കുട്ടികൾക്ക് എന്ത് എക്സ്പെൻസ് വരും. അതായത് ഇൻസുലിനും നീഡലുകളും മറ്റുമൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അത് ഒരു ശരാശരി ഇപ്പോഴത്തെ ടൈപ്പ് 1 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. വളരെ നന്ദി. ഡോക്ടർ അഫ്രോസ് ആണ് പ്രതികരിച്ചത്.